പ്രകാശ് ബാബു, അദ്ദേഹത്തിന്റെ വിയോഗം അപ്രതീക്ഷിതമായിരുന്നു. എന്താണ് സംഭവിച്ചത്? അത് തികച്ചും അപ്രതീക്ഷിതമാണ് വാഴൂർ സോമന്റെ വേർപാട്. ഇങ്ങനെ ഒരു ദുഃഖകരമായ വാർത്ത ഇന്ന് കേൾക്കേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നു. സോമൻ ഗവൺമെന്റുമായി ഇടുക്കി ജില്ലയിലെ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തിരുവനന്തപുരത്ത് വെച്ച് വളരെ സിവിയറായ ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സോമൻ MLA എന്നുള്ള നിലയിലും പ്ലാന്റേഷൻ മേഖലയിലെ ഏറ്റവും ശക്തനായ നേതാവ് എന്ന നിലയിലും നല്ലതുപോലെ ആ പ്രവർത്തന മണ്ഡലത്തിൽ ഉറച്ചു നിന്ന് നല്ലതുപോലെ തൊഴിലാളികളുടെയൊക്കെ അംഗീകാരം വാങ്ങിയ നേതാവ് തന്നെയായിരുന്നു. ഞങ്ങളൊക്കെ AIYF കൂടി വന്നവരാണ്. ആദ്യമേ AIYF സംസ്ഥാന കമ്മിറ്റിയിലും ഒരുമിച്ച് YF തുടങ്ങി അങ്ങനെ പ്രവർത്തിച്ചു വന്ന ആളുകളാണ്. സോമൻ പിന്നീട് ട്രേഡ് യൂണിയൻ രംഗം തിരഞ്ഞെടുക്കുകയും പീരുമേട് വണ്ടിപ്പെരിയാറാണ് സോമന്റെ വീട്. ആ പീരുമേട് മേഖലയിലെയും ദേവികുളം മേഖലയിലെയും ട്രേഡ് യൂണിയൻ രംഗത്ത്, തോട്ടം തൊഴിലാളികളുടെ രംഗത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നു. വളരെ ശക്തനായ ട്രേഡ് യൂണിയൻ നേതാവും അതേസമയം തന്നെ പാർട്ടി എന്നുള്ള നിലയിൽ CPIയുടെ ഇടുക്കി ജില്ലയിലെ ശക്തനായ നേതാവുമായിട്ട് സോമൻ വളരെ വേഗം മാറി. നല്ലതുപോലെ വിഷയങ്ങൾ പഠിക്കുമായിരുന്നു. സോമന്റെ ഒരു വലിയ പ്രത്യേകതയായിരുന്നു. ഏത് വിഷയത്തിലും ലേബർ ഇഷ്യൂസ് ഒക്കെ ഇത്രയും നല്ലതുപോലെ അറിയാവുന്ന, പ്രത്യേകിച്ചും പ്ലാന്റേഷൻ മേഖലയിലെ ലേബർ ഇഷ്യൂസ് അത് നല്ലതുപോലെ പഠിക്കും. അതിനുവേണ്ടി സോമന്റെ ആർഗ്യുമെന്റ് നേടിയെടുക്കാൻ വേണ്ടി അതിനെ നിയമപരമായ പോരാട്ടം നടത്തുന്നതിനും സോമൻ തയ്യാറാണ്. അത് സോമന്റെ നഷ്ടം ഒരു വല്ലാത്ത നഷ്ടം തന്നെയാണ്. ഇടുക്കി ജില്ലയിലെ പാർട്ടിക്കും ട്രേഡ് യൂണിയൻ രംഗത്തും പ്ലാന്റേഷൻ മേഖലയിൽ വിശേഷിച്ചും ഒരു വലിയ നഷ്ടം തന്നെയാണ് സോമന്റെ വേർപാട് മൂലം ദീർഘകാലത്തെ എല്ലാവർക്കും വേദന ഉണ്ടാക്കിയത്. അതെ, ഒരുപക്ഷെ വിവരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അത്രമേൽ അടുത്ത ബന്ധം ദീർഘകാലമായി വാഴൂർ സോമനുമായി താങ്കൾക്കുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അങ്ങയുടെ ഈ പ്രതികരണവും ഇപ്പോൾ വരുന്നത്. വാഴൂർ സോമൻ MLA അന്തരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ് പങ്കുവയ്ക്കപ്പെടുന്നത്.